ഞാനിന്ന് നിങ്ങളോട് പഠിപ്പിക്കാൻ പോകുന്നത് എന്നെ ഒത്തിരി സ്വാധീനിച്ച കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടുവെച്ചു, അതിനെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഈ ആഴ്ച ചിന്തിക്കുന്നത്. ഈ ആഴ്ച കൊണ്ട് കഴിഞ്ഞ ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച കൊണ്ട് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് വീണ്ടും തലയിൽ കൂടെ തോന്നി. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനമായിരുന്നു? എത്ര പേർക്ക് പ്രയോജനമായിരുന്നു? താങ്ക് യു. ഞാൻ ഇന്നലെ കഴിഞ്ഞ വേദവസം വായിക്കുമ്പോൾ എന്നെ ഏറ്റവും സ്പർശിച്ചൊരു വേദവാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ. ഇന്നത്തെ മെസ്സേജിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് നീതിയുടെ സ്വഭാവവും ജീവനും എന്നൊരു വാചകമാണ്. നീതിയുടെ സ്വഭാവവും ജീവനും എന്നാണ് എൻ്റെ മെസ്സേജിൻ്റെ പേര്. ഞാനൊരു ആമുഖമായിട്ടൊരു വാക്യം വായിക്കാം. കൊരിന്തി ലേഖനം അതിൻ്റെ 15-ാമത്തെയും 36-ാമത്തെ വാക്യം. ഞാൻ അതിൻ്റെ മലയാളം വാക്കൊന്ന് വായിക്കാം. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. ഈ പൗലോസിൻ്റെ സ്വഭാവം നോക്കിക്കേ. പൗലോസ് ആ കൊരിന്ത്യ ലേഖനം എഴുതുന്ന കൊരിന്ത്യരോട് സംസാരിക്കുകയാണ്. മൂഢ, ബോഷ, വിവരമില്ലാത്തവനെ. എന്തൊരു ഭാഷയല്ലേ. എന്നിട്ട് പറയുക, നീ വിതയ്ക്കുന്ന ചാകുന്നില്ല എങ്കിൽ, ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഇത്? ഞാൻ എൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടാട്ടെ. യു ഫൂൾ, every time you plant seed, you sow something that does not come to life. അടുത്ത വാക്ക്, unless it's first die. എന്ന് പറഞ്ഞ് നമ്മളൊരു വിത്ത് വിതച്ചാൽ ആ വിത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ അതിനൊരു വേറൊരു രൂപം ഉണ്ടാകത്തില്ല. അങ്ങനെയല്ലേ? നെല്ല് വിതച്ചാൽ നമുക്ക് നെല്ലിൻ്റെ രൂപമാണോ കിട്ടുന്നത്? അല്ല, വേറൊരു സാധനം ഉണ്ടായി വരുന്നേ. നെൽച്ചെടിയും നെല്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയല്ലേ? Yes or not? Yes. പറ. ഒരു രൂപമില്ലാത്ത ഒരു രൂപവ്യത്യാസമുള്ള ഒരു രൂപം ഉണ്ടായി വരുന്നേ എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുക അതിൻ്റെ കാരണം, റീസൺ എന്താണ്? ആദ്യം ഇട്ടിരിക്കുന്ന വിത്ത് പരിപൂർണമായി ചത്തുപോയി. അപ്പൊ വേറൊരു രൂപം അത് പ്രാപിക്കാനുള്ള കാരണം ആദ്യത്തെ രൂപം പൂർണ്ണമായി മരിക്കാനായി അത് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു വാചകം, നമ്മുടെ തലയിലുള്ള പഴയ അറിവുകൾ, ക്രിസ്തീയ ഗോളം നമ്മുടെ അകത്ത് അടിച്ചേൽപ്പിച്ച പഴയ അറിവുകൾ കംപ്ലീറ്റ്ലി മരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവം ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു പുതിയ സൃഷ്ടിയാകുകയില്ല. നിങ്ങളുടെ കൈയടി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം ആഗ്രഹിക്കുന്ന പുതിയ നിയമത്തിലെ പുതിയ സൃഷ്ടി എന്ന് വിളിക്കുന്ന, ആ പുതിയ രൂപം എന്ന് വിളിക്കുന്ന, പുതിയ വ്യക്തി എന്ന് വിളിക്കുന്ന ആ വ്യക്തിയായി നമ്മൾ മാറണമെങ്കിൽ വേദവസം പറയുക, പഴയതെന്ന് പറയുന്ന കംപ്ലീറ്റ്ലി മരിച്ചു പോകണം. കംപ്ലീറ്റ് പഴയത് മരിക്കണമെങ്കിൽ ക്രിസ്തീയതയിൽ നമുക്ക് ലഭിച്ച പല അറിവും കംപ്ലീറ്റ്ലി മരിക്കണം, പൂർണ്ണമായും ചാകണം. സത്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയും അതിന് മുമ്പത്തെ ഞായറാഴ്ചയും ഈ ഞായറാഴ്ചയും ഞാൻ ചെയ്യുന്നത് നിങ്ങളിലുള്ള പഴയ ക്രിസ്ത്യാനിയെ കൊല്ലുകയാണ്. കൊന്നാൽ എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾ അടുത്തത് ഒരു വിലപിടിപ്പുള്ള അതിമനോഹരമായ റിസൾട്ടുള്ള ആളായി തീരാൻ പോകുകയാണ്. കൈയടിച്ചുരേ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പലരും വിശ്വാസികളാണ്, പക്ഷെ ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കുന്നതെന്ന് അറിയത്തില്ല. യേശുവിനെ വിശ്വസിക്കുന്നവരാണ്, പക്ഷെ they don't know how to live a Christian life. They are trying to live a Christian life. അവരെ ക്രിസ്തീയ ജീവിതം നടത്താൻ ശ്രമിക്കുന്നവരാണ്, പക്ഷേ അവർ ക്രിസ്തീയ ജീവിതം നടത്തുന്നവരല്ല. ക്രിസ്തീയ ജീവിതം ഒരു പരാജയമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് എന്നെ യൂട്യൂബിൽ കാണുന്നവരുണ്ട്. Why? Let's turn to the word. 1 Timothy chapter 1 verse 8. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളെല്ലാം വായിച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വേണം. ലീഡേഴ്സ് ബൈബിളുമായിട്ട് വരുന്നത് നല്ലതാണ്. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ. ഇംഗ്ലീഷ് ബൈബിൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കൂ. അണ്ടർസ്റ്റാൻഡിങ് ദ ഫാക്ട് ദാറ്റ് ലോ ഈസ് നോട്ട് എൻ ആക്ട് ഫോർ റൈച്ചസ് പേഴ്സൺ ബട്ട് ഫോർ ലോലെസ് ആൻഡ് റിബല്യസ് സിൻഫുൾ പീപ്പിൾ. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം നീതിമാന് വേണ്ടിയുള്ളതല്ല. ആർക്ക് വേണ്ടിയതുള്ളതല്ല?
നീതിമാന് വേണ്ടിയുള്ളതല്ല. പിന്നെ ആർക്ക് വേണ്ടിയുള്ളതാണ്? പാപികൾ, അധർമ്മികൾ, അഭക്തർ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നെ ഒത്തിരി കൺഫ്യൂഷനിലേക്ക് ഒന്നിച്ചു. നീതിമാന് വേണ്ടിയിട്ടുള്ളതല്ല ന്യായപ്രമാണം. പിന്നെ ആർക്ക് വേണ്ടിയാ? പാപികളായ മനുഷ്യന് വേണ്ടിയാ. ന്യായപ്രമാണം എന്ന് പറയാൻ എന്താ? കൊല്ലരുത്, മോഹിക്കരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കൽപ്പനകളെയാ ന്യായപ്രമാണം എന്ന് വിളിക്കുന്നത്. അത് നമുക്കുള്ളതല്ലെന്നാ. അപ്പൊ നമ്മുടെ ഉള്ളിൽ തോന്നും, അപ്പൊ കൊല്ലാമോ, വ്യഭിചരിക്കാമോ, മോഷ്ടിക്കാമോ? സത്യമായിട്ട് വരുക. എന്താണ് പൗലോസ് അതിൽ ഉദ്ദേശിച്ചതെന്ന് ഗ്രഹിച്ചാൽ നിങ്ങളുടെ ലൈഫ് വേറൊരു തലത്തിൽ ഉപയോഗിക്കപ്പെടാനായി തുടങ്ങും. എന്റെ കൂടെ എത്തി വരുന്ന കൈ അടിച്ചു ആമേൻ പറഞ്ഞേ. Why Paul wrote like this? എന്തുകൊണ്ടാണ് പൗലോസ് ഇത് എഴുതിയത്? കാരണം എന്താണ്? ഇതിന്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയാൽ, ഇറ്റ് ഈസ് സോ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, അത് ചെയ്യരുത്, അത് നോക്കരുത്, അത് നീ തൊടരുത്, അങ്ങനെയുള്ള കൽപ്പനകൾ നീതിമാനുള്ളതല്ലെന്ന്. അയ്യോ, അപ്പൊ നീതിമാൻ അനുസരണം കേട്ടാൽ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. നീതിമാൻ വേറൊരു തലത്തിലെയാണ് നീതിമാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം കാണുന്നത്. കഴിഞ്ഞ ആഴ്ച വായിച്ച ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചോട്ടെ. രണ്ടുപേരുന്ന് വരാം. മനുവാട്. ഇത് രണ്ട് വ്യക്തികളാണ്. ഞാൻ ഈ വ്യക്തിയെ പരിചയപ്പെടുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കൂ, വളരെ ഗൗരവമായി കേൾക്കൂ. ഇയാൾ യേശുവിൽ വിശ്വസിക്കുന്നയാളാണ്, ഇയാളും യേശുവിൽ വിശ്വസിക്കുന്നയാളാണ്. ഞാനിന്ന് ന്യായപ്രമാണത്തിന്റെ യഹൂദന്മാരുടെ കാര്യമല്ല പറയുന്നത്, വിശ്വാസികളുടെ കാര്യമാണ്. ഇയാളും വിശ്വസിക്കുന്നയാളാണ്, ഇയാളും യേശുവിൽ വിശ്വസിക്കുന്നയാളാണ്. പക്ഷെ ശ്രദ്ധിക്കൂ, ഇയാൾ യേശുവിൽ വിശ്വസിച്ചതിന് ശേഷം നീതിമാനാകാൻ, നല്ലതാകാൻ പരിശ്രമിക്കുന്നയാളാണ്. ഇയാൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം എന്നെ നന്നാക്കി, അവൻ എന്നെ നീതിമാനാക്കി, അവൻ എന്നെ നല്ലതാക്കി എന്ന് വിശ്വസിക്കുന്നയാളാണ്. കുറച്ചും കൂടെ ലളിതമാക്കാം. നമ്മുടെ എല്ലാവരുടെയും അകത്ത് വരുന്നൊരു ചോദ്യമുണ്ട്, യേശുവിൽ വിശ്വസിച്ച ആ സെക്കൻഡിൽ നമ്മൾ നന്നാകുമോ? യേശുവിൽ വിശ്വസിച്ച നിമിഷം മുതൽ ഞാൻ നല്ലതാണോ? വേദപുസ്തകം പറയുന്ന ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരുവൻ യേശുവിനെ വിശ്വസിച്ചാൽ ആ നിമിഷം ദൈവം അവനെ നീതിമാനായി ഡിക്ലെയർ ചെയ്യും. അന്ന് വരെ അവൻ ചെയ്ത പാപങ്ങളെ ഓർക്കത്തില്ല, പകരം അന്ന് വരെ അവൻ പാപം ചെയ്തില്ല എന്ന വിധത്തിൽ ദൈവം അവനെ നീതിമാനായി ഡിക്ലെയർ ചെയ്യും. അത് തലക്കറുന്നില്ല അല്ലെ? ഇവൻ എത്ര കുരുത്തക്കേട് ജീവിച്ചതാ, പക്ഷെ ദൈവം പറയുക അവൻ ഇന്ന് വരെ ഒരു കുരുത്തക്കേടും ചെയ്തിട്ടില്ല എന്ന വിധത്തിൽ ഇവനെ ജസ്റ്റിഫൈ ചെയ്തു കളയും. നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം സ്വയം, നിങ്ങൾ ഇത്രയും നാൾ കുരുത്തക്കേട് ചെയ്തവരല്ലേ? യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ ഇന്നലെ വരെ ഞാൻ ചെയ്ത തെറ്റുകളും അന്ന് വരെ ചെയ്ത തെറ്റുകളെല്ലാം ദൈവം നോക്കിയിട്ടില്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ എൻ്റെ നീതിമാനാണെന്ന് ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? ഇമ്പോസിബിൾ ആണ്. അതിന് കാരണം ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രതിഫലം യേശു കർത്താവ് ഏറ്റതുകൊണ്ട് ഞാൻ ഇനി ആ ശാപവും പാപവും രോഗവും തിന്മയും അനുഭവിക്കേണ്ട. God declare me justice, justify. എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടൊന്ന് ലളിതമാക്കാം, കുറച്ചും കൂടെ ലളിതമാക്കാം. എന്ന് പറഞ്ഞാൽ ഇയാൾ യേശുവിനെ വിശ്വസിച്ച ദൈവം എന്ന് പറഞ്ഞു, ഇന്ന് മുതൽ ഇയാൾ നീതിമാനാണ്. അത്രയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ? ഇയാളെ വിശ്വസിച്ചപ്പോഴും ദൈവം പറഞ്ഞത് ഇയാൾ അന്ന് മുതൽ നീതിമാനാണെന്നാണ്. പക്ഷേ ഈ മനുഷ്യനത് മനസ്സിലായിട്ടില്ല. അതാണ് നിങ്ങളിൽ കുറച്ചു പേർ. Can I repeat it? ഇയാൾ വിശ്വസിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇയാളെ നീതിമാനായി പ്രഖ്യാപിച്ചു. ഇയാൾ അന്ന് മുതൽ ദൈവത്തിന്റെ നീതിമാനാണ്. പക്ഷേ ഇയാളും വിശ്വസിച്ചപ്പോൾ ദൈവം നീതിമാനായിട്ടാണ് പ്രഖ്യാപിച്ചത്.
പക്ഷെ ഇയാളുടെ തലമണ്ടയ്ക്ക് അത് കയറിയിട്ടില്ല. അയാൾ അന്ന് മുതൽ നല്ലതാകാൻ ഒരു ശ്രമം നടത്തുകയാണ്. നല്ലതാകാൻ ശ്രമിക്കുന്നവരല്ല ക്രിസ്ത്യാനി, നന്നായി എന്ന് ഗ്രഹിച്ചിട്ട് അതിൽ ജീവിക്കുന്നവനാ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ കൈ അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഞാനൊരു വാക്യം വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഫിലിപ്പി ലേഖനം 3:9 വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. എന്തിനു വേണ്ടിയാ? ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഇരിക്കേണ്ടതിന്. വേറൊരു ട്രാൻസ്ലേഷൻ പിടിക്കുന്നത് പറയുന്നത് എങ്ങനെയാ? ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കേണ്ടതിന്. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കേണ്ടതിന്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. കണ്ടോ? ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതി. യേശുവിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ എന്തു വേണമെന്ന്? ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതിയല്ല. കട്ടിയുള്ള വാചകങ്ങളാണ് നമുക്ക് തോന്നാം. സിമ്പിളാണ് കാര്യം. ഇയാൾക്ക് യേശുവിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ എന്തു വേണം? ഇയാളുടെ പരിശ്രമം കൊണ്ട് ഇയാൾക്ക് നീതിമാനാകാൻ പറ്റത്തില്ല. പകരം യേശു നൽകുന്ന നീതി പ്രാപിക്കാനേ കഴിയുകയുള്ളൂ. നിങ്ങൾ ആ വാചകം വായിക്കൂ. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചേ. ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിക്കേണ്ടതിന്. അപ്പൊ വിശ്വസിക്കുന്ന ആൾക്ക് ദൈവം എന്ത് നൽകും? ദൈവത്തിന്റെ നീതി നൽകും. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യും? ദൈവം ഇത് നീതിയാന്ന് ചിന്തിച്ചോ, ഇത് നീതിയാന്ന് ചിന്തിച്ചോ, ആ നിമിഷം ഇയാളുടെ കയ്യിലേക്ക് ദൈവം നീതി കൊടുക്കുകയാണ്. ഇയാളെ ദൈവം നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ബൈബിൾ പറയുകയാണ്, നിന്റെ പരിശ്രമമല്ല, പകരം യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്ക് ദൈവം നീതിമാനായി കൽപ്പിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, നീ നീതിമാനാകാൻ ഒരു പരിശ്രമവും വേണ്ട. നീതി ലഭിക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്താലാണ്. നീ നീതിമാനായത് യേശുവിലുള്ള വിശ്വാസത്താലാണ്. ഇദ്ദേഹത്തിന്റെ പരിശ്രമത്താലല്ല നീതിമാനാകാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞേ? ഇയാൾ പരിശ്രമിച്ച നീതിമാനാകത്തില്ലെന്ന് പറയാൻ കാരണം എന്താ? മനതോടെ വെച്ചടാ. നിങ്ങൾ രണ്ടുപേരും 5 മിനിറ്റ് പോയിരുന്നു. നിങ്ങളെ ആവശ്യമുണ്ട് എനിക്ക്. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. റോമർക്ക് എഴുതിയ ലേഖനം 10:1 വാക്യം. പൗലോസ് റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ യഹൂദന്മാരെ കുറിച്ച് പറയുകയാണ്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയത്തിലെ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാതനയുമാകുന്നു. ആര് രക്ഷിക്കപ്പെടണമെന്ന്? യഹൂദന്മാർ. അവർ പരിജ്ഞാനത്തിലല്ലെങ്കിലും, എന്ന് പറഞ്ഞ ശരിയായ അറിവിലല്ലെങ്കിലും, ദൈവത്തെ സംബന്ധിച്ച് ഭയങ്കര എരിവുള്ള ആളുകളാണ്. ഒരു മിനിറ്റ് അവിടെ നിന്നോട്ടെ. ഞാൻ ശരിയായ അറിവിലല്ലെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ എരിവുള്ളവരാകാവോ? ആകാം. യഹോവ സാക്ഷിക്കാർ, ബ്രദറൻകാർ, പിന്നെയും കുറച്ച് പേരുണ്ട്, അത് പബ്ലിക്കലി പറയാൻ കുറച്ച് പ്രയാസം. TPM-കാർ, നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ലേ? അവർ പരിജ്ഞാനം സംബന്ധിച്ച് തെറ്റുള്ളതല്ല, വിവരക്കേടില്ല അവർ ജീവിക്കുന്നത്. പക്ഷെ ഭയങ്കര എരിവ് അവർക്ക്. അങ്ങനെ എരിവുള്ള ആളുകൾ ഈ ലോകത്തുണ്ടോ? ഉണ്ട്. തൊട്ട് താഴോട്ട്. അടുത്ത വാചകം ശ്രദ്ധിക്കൂ. ഞാൻ അവർക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു. അടുത്ത വാചകം, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ. എന്നാ ഈ പറയുന്നേ? ദൈവത്തിന്റെ നീതി അറിയാതെ. അപ്പോ അവർക്ക് ദൈവത്തിന്റെ നീതി എന്താന്ന് മനസ്സിലായിട്ടില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈയെടുത്തിട്ട് പറഞ്ഞേ, നമുക്ക് എന്താന്ന് മനസ്സിലായില്ല, ദൈവത്തിന്റെ നീതി എന്താന്ന് മനസ്സിലായിട്ടില്ല. അടുത്ത വാചകം കണ്ടോ? അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വയം നീതി അല്ലെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഓടിയോ? നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക. കട്ടിയുള്ള വാചകങ്ങള് 2-3 വാചകം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലഘുവായി തോന്നും. ഇത് പറയേണ്ടത് ആവശ്യമാണ്, ഈ വാക്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പൊ എടുത്തിടാം മോനെ. ദൈവം എന്ത് ചെയ്യാൻ തയ്യാറാണ്? നീതി സൗജന്യമായി കൊടുക്കാൻ തയ്യാറാണ്. അതിനൊന്നും ചെയ്യണ്ട,
യേശുവിൽ വിശ്വസിച്ചാൽ മതി, നീതിമാനാക്കും ദൈവം. പക്ഷേ ഈ മനുഷ്യൻ എങ്ങനെയാണെന്നറിയോ? പരിശ്രമിച്ചിട്ട് ഈ നീതി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാ. താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, നന്നാകാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. വേദവസം പറയുന്നത് വിവരമില്ല, ഞാനിത് ഫ്രീ ആയി കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഇവൻ പരിശ്രമിച്ച് നേടാൻ നോക്കുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാ, നന്നാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. നിങ്ങൾക്കും എനിക്കും നന്നാകാൻ പറ്റില്ല എന്ന് സ്വർഗത്തിന് തോന്നിയോണ്ടാണ് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് എന്നെ നന്നാക്കാൻ തീരുമാനിച്ചതാ. ഇരുന്നോ, ഒന്ന് രണ്ട് വാക്യം കൂടെ വായിക്കട്ടെ, അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. റോമർക്കെഴുതിയ ലേഖനം, റോമൻ ചാപ്റ്റർ 3 verse 20. റീഡ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും, വെപ്രാളതി വായിക്കല്ലേ, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ എന്ന് പറഞ്ഞാൽ കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത് എന്ന പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ, ആരുടെ സന്നിധിയിൽ? ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ലെന്ന്. അയ്യോ 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 എന്നെ ഈ പറയുന്നേ. അപ്പൊ ഈ ന്യായപ്രമാണം തന്ന് നമ്മളെ നീതിമാനാക്കാനല്ലേ? ഈ കൽപ്പനകൾ തന്ന് നമ്മളെ നീതിമാനാക്കാനല്ലേ? തൊട്ട് താഴെ എഴുതിയിരിക്കുന്നുണ്ട്, ന്യായപ്രമാണം പാപത്തെ കുറിച്ച് അറിവ് മാത്രമേ നൽകത്തുള്ളൂ, അതൊരിക്കലും നിന്നെ നീതിമാനാക്കത്തില്ല. എന്റെ അമ്മോ, ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായെന്നറിയോ? അത് ചെയ്യരുത്, അത് നോക്കരുത്, അത് തൊടരുത്, അങ്ങനെ പ്രവർത്തിക്കരുത് എന്നുള്ള കൽപ്പനയ്ക്ക് എന്നെ നീതിമാനാക്കാൻ കഴിയത്തില്ല. പകരം തെറ്റും ശരിയും മനസ്സിലാക്കി തരാൻ കഴിയും. നീതിമാനാകണമെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് വരണമെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തൊരു വാക്യം വായിക്കാം, 143 സങ്കീർത്തനം, അതിന്റെ 2ാമത്തെ വാചകം. ഞാൻ അതിന്റെ താഴത്തെ വാക്യം വായിക്കാം. ജീവനുള്ള ആരും തിരുസന്നിധിയിൽ നീതിമാനല്ലല്ലോ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ജീവനുള്ള ഒറ്റ ഒരെണ്ണം നീതിമാനല്ല. അതുകൊണ്ടാ റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, റോമർ 3:23 വാക്യം, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി കൂടെ എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറയോ? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാളങ്ങ് വരോ, ഓടിയോ, ഒരാൾ വന്നാൽ മതി. കുറച്ചും കൂടെ പറഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാവും, കുറച്ചും കൂടെ മനസ്സിലായി തുടങ്ങിയില്ലേ? എന്നെ ശ്രദ്ധിച്ചേ, ഈ മനുഷ്യനെ എല്ലാം അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നന്നാകാൻ പറ്റത്തില്ലെന്ന്, നീതിമാനാകാൻ പറ്റത്തില്ലെന്ന്. അയ്യോ, സത്യമാണോ? യാക്കോബ് എഴുതിയപ്പോൾ യാക്കോബ് കയറി ഒരു വാചകം കൂടെ പറഞ്ഞു, 2-ാം അധ്യായം 10-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. 99 എണ്ണവും ചെയ്യും, പക്ഷെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ തെറ്റിപ്പോകുന്നു. അങ്ങനെ തെറ്റാതെ 100 ചെയ്ത ഒരേ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, അയാളുടെ പേരാണ് യേശു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ആരും 99 എണ്ണം ചെയ്യുമായിരിക്കും, ഏതെങ്കിലും ഒന്നിൽ തെറ്റാത്ത ആരുമില്ല. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്ത് പരിശ്രമിച്ചാലും 100% നീതിമാനാകാൻ പറ്റത്തില്ലെന്ന്. അടുത്തിരിക്കുന്ന ആളെ കൈയെടുത്തിട്ട് പറഞ്ഞേ, എത്ര ശ്രമിച്ചാലും 100% നീതിമാനാകാൻ പറ്റത്തില്ല. എടുത്ത് ഇവിടെയാണ് വലിയ രഹസ്യം ഇരിക്കുന്നത്. യേശു പറയുവാ, ആരെങ്കിലും എന്നെ വിശ്വസിച്ചാൽ ഞാൻ അവനെ നീതിമാനാക്കാന്ന് 100%. അയ്യോ, ഭയങ്കരമാണ്. വലിയ മനസ്സിലായോ? ഇവൻ എത്ര ശ്രമിച്ചാലും നേടാൻ കഴിയാത്തത് എന്നിൽ വിശ്വസിച്ചാൽ 100% ഞാൻ നീതിമാനാക്കാന്ന്. അത് നമുക്ക് ഇതുവരെ നമ്മൾ പരിശ്രമിച്ചാണ് നന്നാവാൻ നോക്കിയത്. പക്ഷെ കർത്താവ് പറയാം, ഞാൻ ഏറ്റെടുക്കാം, എന്നിൽ വിശ്വസിച്ചാൽ 100% ഞാൻ നിന്നെ നീതിമാനാക്കാം. ഒരു വാക്യം കൂടെ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ എന്ന് പറഞ്ഞ പരിശ്രമം കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ കുറച്ചും കൂടെ രസമാണ്. Therefore we conclude that a man is justified by faith without the deeds of the law. Paulus is concluding. It is a conclusion.
അവസാനം, തീരുമാനത്തിന്റെ അവസാനം. എന്താണ് തീരുമാനത്തിന്റെ അവസാനം? ഒരു മനുഷ്യനും കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ, തങ്ങളുടെ പരിശ്രമത്താൽ നീതിമാനാകാൻ ഒക്കത്തില്ല, പകരം യേശുവിലുള്ള വിശ്വാസത്താലേ പറ്റത്തുള്ളൂ. കൈയടിച്ചില്ല. അപ്പൊ നിന്നെ നീതിമാനായി പ്രഖ്യാപിക്കുന്ന പരിപാടിയാണ് യേശുവിലുള്ള വിശ്വാസത്തിന്റെ പരിപാടി. പറ 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 പറ. നിങ്ങളെ എന്നെയും നീതിമാനാക്കുന്ന പരിപാടിയാണ് യേശുവിലുള്ള വിശ്വാസത്തിന്റെ പരിപാടി. ഇപ്പൊ ചില ആളുകൾ ചോദിക്കും, നീതിമാനാക്കണം നീതിമാനാക്കണം എന്തിനാ ബ്രദർ പറയുന്നേ? വേദപുസ്തകത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കണമെങ്കിൽ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിരിക്കുക, അവൻ നീതിമാനായിരിക്കണം. അതുകൊണ്ട് നല്ലതാകാൻ ആളുകൾ ശ്രമിക്കുന്നതെല്ലാം എല്ലാ അനുഗ്രഹവും ആത്മീയവും ഭൗതികവും എല്ലാം ആർക്കുള്ളതാണ്? നീതിമാനുള്ളതാണ്. എന്നാൽ യേശു ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ വ്യവസ്ഥ പറഞ്ഞു, ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ ഞാൻ അവനെ നീതിമാനായി കണക്കിടും, സ്വർഗം ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതുമായ സകലതും ഞാൻ അവന് നൽകും. സ്വർഗം മനുഷ്യനെ കാണുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നതിനെ കാണുന്നത് നീതിമാനായിട്ടാണ്. ഭയങ്കര കാര്യമോ? പരിശ്രമിച്ചുകൊണ്ട് നേടാൻ കഴിയാത്തവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ യേശുവിലൊന്ന് വിശ്വസിച്ചേ, അവൻ നിന്നെ നീതിമാനായി കാണും. ആ സെക്കൻഡിൽ സകല വെൽത്തും സകല നന്മയും സകല അനുഗ്രഹവും ആത്മീയവും ഭൗതികവും എല്ലാം ട്രാൻസ്ഫർ ആകും നിനക്ക്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ പോൾ എഴുതിയ കൺക്ലൂഷൻ വായിക്കണം. വായിച്ചോ? പറഞ്ഞോ നിങ്ങള്? ഒരാളോടും കൂടെ പറ, പോൾ എഴുതിയ കൺക്ലൂഷൻ പറയണം. എന്താണ് കൺക്ലൂഷൻ? കൺക്ലൂഷൻ എന്താണ്? ഒറ്റ മനുഷ്യനും ന്യായപ്രമാണത്താൽ നീതിമാനാകാൻ ഒക്കത്തില്ല, വിശ്വാസത്താൽ മാത്രമേ നീതിമാനാകാൻ ഒക്കത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നും കൂടെ വായിക്കാം, ഒരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 3:11 വാക്യം. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന സ്പഷ്ടം. എന്ന വേർഡുകളല്ലേ, ഉറപ്പാ. നിങ്ങളുടെ കയ്യിലുണ്ടോ വാക്യം? ബൈബിളുണ്ടോ? ബൈബിളിലുള്ള വാക്യം ഒന്ന് എടുത്തേ. ഗലേഷ്യൻ ചാപ്റ്റർ 3:11 വായിച്ചേ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ കൽപ്പനകൾ കൊണ്ട് ഒരാൾക്ക് പോലും എന്താകാൻ പറ്റത്തില്ല, ദൈവസന്നിധിയിൽ നീതീകരിക്കാൻ പറ്റുകയില്ലെന്ന് പറയുകയല്ല ചെയ്തേ. പൗലോസ് കുറച്ചും കൂടെ കയറി പറഞ്ഞു, അത് സ്പഷ്ടമാണ്, ഒരു മാറ്റമില്ലാത്തതാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും ഞാനും പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സ്ഥലം എന്താണെന്നറിയോ? ഞാൻ നന്നാകാനുണ്ട്, ഞാൻ കുറച്ചും കൂടെ നന്നാകാനുണ്ട്, ഞാൻ കുറച്ചും കൂടെ ശരിയായാലേ ദൈവം എന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. അതല്ലേ നമ്മുടെ അകത്തുള്ള പോരാട്ടം മുഴുവൻ. ഒറ്റ ഒരെണ്ണത്തിന് മിണ്ടാൻ വയ്യ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്താ? കർത്താവേ, ഇനിയും കുറച്ച് ശരിയാവാനുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്നല്ലേ ആദ്യം പറയുന്നത്. അതിന്റെ കാരണം, നീ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നന്നാകാൻ സ്വയത്തിലുള്ള പരിശ്രമത്തിലാണ്. അതെപ്പോ നിർത്തുന്നോ, ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, പരിശ്രമം കൊണ്ട് ഒറ്റ ഒരുത്തിനും നന്നാകാൻ പറ്റില്ല, സ്പഷ്ടം എഴുതി വെച്ചിരിക്കുവോ, പക്ഷെ നമ്മളത് വായിക്കത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പരിശ്രമം കൊണ്ട് ഒരുത്തിനും നന്നാകാൻ പറ്റത്തില്ലെന്ന് എഴുതി വെച്ചേക്കോ, എന്നാലും വായിക്കത്തില്ല. അപ്പോഴാ ഒരു പ്രവാചകൻ വന്നിട്ട്, മോനെ നിനക്ക് ചിലതും കൂടെ മാറാനുണ്ട. തലമുടി ആയിരിക്കും മാറാനുള്ളത്. അതും കൂടെ മാറിയ ദൈവം നിന്നെ ഉയർത്തിപ്പിടിക്കും. നമ്മുടെ ഇവിടുന്ന് അങ്ങനെ ആരും ഓടുന്നവരില്ല. സ്തോത്രം. അതും ഇതും കേൾക്കരുത്. ആ പ്രസംഗം പറയുന്നതിനോട് ബന്ധവും വെക്കല്ലേ. അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റി പ്രാർത്ഥിപ്പിക്കരുത്. എത്ര ചന്തമുള്ള ആളായാലും പോയാ നമ്മുടെ സ്തോത്രം. അതുകൊണ്ട് പോലീസ് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷമായിട്ട് ഒരുവൻ വന്ന അവൻ ശപിക്കപ്പെട്ടവനാണ്. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം ഗലാത്യ ലേഖനം 3:11 വാക്യം. ഗലാത്യ ലേഖനം 1:11 വാക്യം ഞാൻ പറഞ്ഞേ, ഞാൻ പ്രസംഗിക്കാത്ത സുവിശേഷം ആരെങ്കിലും പ്രസംഗിച്ചാൽ ശപിക്കപ്പെട്ടവനാണ്. ആ പൗലോസ് പറഞ്ഞ സുവിശേഷം ഞാൻ പറഞ്ഞേ, ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യന് ദൈവസന്നിധി നീതീകരിക്കപ്പെടത്തില്ല, ഉറപ്പാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് ഒറ്റ ഒരെണ്ണം നന്നാവില്ല, ഉറപ്പാ. അടുത്തിരിക്കുന്ന ആളെ ചെവിയിലോട്ട് പിടിച്ചേ, എന്നിട്ട് പറ, നിന്റെ പരിശ്രമം കൊണ്ട് ഒരു നാളും നീ നന്നാവത്തില്ല, ഒരു നാളും നന്നാകത്തില്ല. ഇത് തലേ കാരണം കേട്ടോ, അതിനുവേണ്ടി ഞാൻ പറയുന്നേ. നന്നാവാൻ നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നീ നന്നാകണമെങ്കിൽ പരിശ്രമം പറ്റത്തില്ല.
നീ നല്ലതാകാൻ വേണ്ടിയാണ് ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് ഞാൻ അടുത്ത ആഴ്ചകളെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഒന്ന്, അവന്റെ വചനം നിന്നെ ശുദ്ധീകരിക്കും. അവന്റെ ആത്മാവ് നിന്നെ വഴി നടത്തും. അവൻ നിന്റെ ഉള്ളിലുണ്ടെന്നുള്ള അറിവ് നിന്നെ വഴി ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേക്ക് മെല്ലെ മെല്ലെ വരാം. ഒന്ന് തലയിലൂടെ വരട്ടെ. ഞാൻ പരിശ്രമിച്ചാൽ എന്നെ കൊണ്ട് നന്നാകാൻ ഒക്കത്തില്ല. ഞാൻ പരിശ്രമിച്ചാൽ എന്നെ കൊണ്ട് നന്നാകാൻ. ഒരു കൺക്ലൂഷനിലെത്തിയല്ലോ. നമുക്കൊരു വാചകം കൂടെ വായിക്കാം. ഒരു വാചകം കൂടെ വായിക്കാം. മനോഹരമായൊരു വാചകം. ഗലാത്യ ലേഖനം 2:16 വാക്യം. നിങ്ങൾ ഈ വാചകം കാണാതെ പഠിക്കുന്നത് നല്ലതാ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പഠിച്ചു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തല്ല, അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് നാം അറിഞ്ഞിട്ട്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല, അല്ലാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. എഴുതി വെച്ചേക്കോ. ഞാനിത് നേരത്തെ കാണാതെ പഠിച്ചു. കാരണം എന്താ പറയുക, എനിക്ക് മനസ്സിലായി പരിശ്രമം കൊണ്ട് നടക്കത്തില്ല, യേശുവിലുള്ള വിശ്വാസത്തല്ലേ നടക്കത്തുള്ളൂ. കൈ അടിക്കാത്ത എന്താ, ആമേൻ പറയാത്ത എന്താ? അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറയാം, ഗുഡ് ന്യൂസ് കേട്ടോ, യേശു വന്നത്. നീ പരിശ്രമിച്ച് നടക്കാൻ ശ്രമിച്ചത് ചുമ്മാ തരാനാണ് യേശു വന്നത്. യേശു വന്ന എന്തിനാ? നീ പരിശ്രമിച്ച് നേടിയെടുക്കാൻ ശ്രമിച്ചത് ചുമ്മാ തരാനാണ്. ആര് വന്നത്? യേശു ഞാൻ തരാം. എന്നാ ബ്യൂട്ടിഫുൾ ആ ഗോസ്പൽ അല്ലേ? നമ്മൾ എല്ലാവരും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി കളഞ്ഞു ഇതിനെ. അടുത്ത വാചകം നിങ്ങൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് എടുക്കണം. നിങ്ങൾ ഈ വാചകം കാണാതെ പഠിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ബൈബിളിന്റെ ഏറ്റവും വലിയ മർമ്മം എഴുതുക. ബൈബിളിന്റെ ഏറ്റവും വലിയ മർമ്മം വായിക്കാം. അടുത്ത ഒരു മർമ്മം കൂടെ പറഞ്ഞിട്ട് തീർത്തത്തുള്ളൂ കേട്ടോ. 2:21 ഗലാത്യർ 2:21. ഞാൻ ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാക്കുന്നില്ല. ശ്രദ്ധിച്ചോണേ വാചകത്തിന്റെ കൺസ്ട്രക്ഷൻ. ന്യായപ്രമാണത്തിൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയി പോയല്ലോ എന്ന്. എന്നാ പറച്ചിലല്ലേ? നിങ്ങൾ ആ വാചകം വായിച്ചോ. ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യൻ നീതിമാനാകുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചതാ വെറുതെ ആയി പോയല്ലോ എന്ന് പറഞ്ഞ, അപ്പൊ ക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയാ? ഒരു മനുഷ്യന് നീതി കൊടുക്കാൻ വേണ്ടിയാ. പക്ഷേ ആളുകൾ പരിശ്രമത്താൽ നീതിമാനാകാൻ നോക്കുവോ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും പരിശ്രമത്താൽ നീതിമാനാകാൻ നോക്കുന്നുവെങ്കിൽ അവനെ നോക്കി സ്വർഗം പറയടാ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത് വെറുതെ ആയി പോയല്ലോടാ. എന്നെ ബ്യൂട്ടിഫുൾ ആ വേർഡ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നന്നാകാൻ ശ്രമിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. സ്വർഗം പറയുന്നതാ. യേശു പറയുന്നതായിട്ട് നിങ്ങളൊന്ന് കണ്ടേ. ഞാൻ വന്ന് മരിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോടാ. ബൈബിളിൽ അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? എങ്കിൽ വായിക്കേ. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത്. അപ്പോൾ ക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നീതിയെ തരാനായിരുന്നു, നീതിമാനാക്കാനായിരുന്നു, നീതി നൽകാനായിരുന്നു. ബ്യൂട്ടിഫുൾ അല്ലേ? ഒരു പോഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ നീതിമാനാകണമെങ്കിൽ എന്ത് വേണം? പരിശ്രമമല്ല വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത്. പറ. നീതിമാനാകേണ്ടത് പരിശ്രമമല്ല, വിശ്വാസമാണ്. നിങ്ങൾ 5-6 പേര് ലീഡേഴ്സ് ഒന്ന് എഴുന്നേറ്റെ. ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ എഴുന്നേറ്റ്. എന്നിട്ട് ഓരോരുത്തരുടെ അടുക്കൽ ചെന്നിട്ട് കൈ കൊടുത്തിട്ട് പറ, നീതിമാനാകാൻ വേണ്ടത് പരിശ്രമമല്ല, വിശ്വാസമാണ്. പറ. നീതിമാനാകാൻ വേണ്ടത് പരിശ്രമമല്ല, വിശ്വാസമാണ്. തലയിരിക്കട്ടെ. നീതിമാനാകാൻ വേണ്ടത് പരിശ്രമമല്ല, നിന്റെ വിശ്വാസമാണ്. നീതിമാനാകാൻ വേണ്ടത് പരിശ്രമമല്ല, വിശ്വാസമാണ്. നീതിമാനാകാൻ വേണ്ടത് പരിശ്രമമല്ല, നിന്റെ വിശ്വാസമാണ്. ഇതിനകത്ത് കയറിയിരിക്കേണ്ട സാധനമാണ്. അതുകൊണ്ടായി പറയിപ്പിക്കുന്നത്. നീതിമാനാകാൻ വേണ്ടത് പരിശ്രമമല്ല, വിശ്വാസമാണ്. ഇനി നിങ്ങൾ ഇരിക്കാൻ പറ്റേ കേട്ടോ. നിങ്ങൾ ഇരിക്കാൻ പറ്റേ. ഒരു കാര്യം കൂടെ ഇവരോട് ചെന്ന് പറയണം. എന്താ പറയണമെന്ന് അറിയോ? എപ്പോഴെങ്കിലും പരിശ്രമിച്ചാൽ യേശു മരിച്ചത് വെറുതെ ആയി പോയി. പറ. എപ്പോഴെങ്കിലും പരിശ്രമിച്ചാൽ യേശു മരിച്ചത് വെറുതെ ആയി പോകും. എപ്പോഴെങ്കിലും നമ്മൾ അത് പരിശ്രമിച്ചാൽ യേശു മരിച്ചത് വെറുതെ ആയി പോകും. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമോ? എപ്പോഴെങ്കിലും നിങ്ങൾ നന്നാകാൻ, നീതിമാനാകാൻ പരിശ്രമിച്ചാൽ അപ്പോൾ ആര് വെറുതെ ആയി പോയി? യേശു ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ച് മരിച്ചത് വെറുതെ ആയി പോയി. യേശു മരിച്ചത് നിന്നെ നീതിമാനാക്കാനാണ്.
Come on, church. Receive it. യേശു Receive it. Receive എന്നെ it. നീതിമാനാക്കാനാണ്. Come on, church. Receive it. Hallelujah. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈ അടിച്ചു ആമേൻ പറ. യേശു മരിച്ചത് എന്നെ നീതിമാനാക്കാനാണ്. Thank you Jesus. Thank you Lord. എല്ലാവരും പറഞ്ഞേ, ഞാൻ നീതിമാനാകാനാണ് യേശു മരിച്ചത്. ഞാൻ നീതിമാനാകാനാണ്. ഞാൻ പരിശ്രമിച്ച് നീതിമാനാകാൻ ശ്രമിച്ചാൽ പറ, ഞാൻ പരിശ്രമിച്ച് നീതിമാനാകാൻ ശ്രമിച്ചാൽ യേശു മരിച്ചത് വെറുതെ ആയി പോകും. നമ്മുടെ വിശ്വാസമേ തുടങ്ങുന്നത് യേശുവിന്റെ മരണത്തിലല്ലേ? നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തേ? കമോൺ ചർച്ച്. നമ്മുടെ വിശ്വാസം തുടങ്ങുന്നത് എവിടെ നിന്നാ? യേശുവിന്റെ മരണ പുനരുദ്ധാനത്തിൽ നിന്നാണ്. അത് തന്നെ തകിടം മറിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ്. ഒന്ന് പറഞ്ഞേ, നമ്മൾ എപ്പോഴെങ്കിലും പരിശ്രമിച്ച് നീതിമാനാകാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യേശു മരിച്ചതേ വെറുതെ ആയിപ്പോ. യേശുവിലുള്ള വിശ്വാസം എന്നെ ക്രിസ്ത്യാനിയാക്കിയത്, യേശുവിന്റെ മരണം എന്നെ ക്രിസ്ത്യാനിയാക്കിയത്, അത് വെറുതെ ആക്കും നിങ്ങൾ കാരണമെന്ന്. ഭയങ്കര പറച്ചിലായി പോയി. നമ്മളെ നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? യേശുവിന്റെ മരണവും പുനരുദ്ധാനവും ഇല്ലെങ്കിൽ ക്രിസ്തീയത ഉണ്ടോ? യേശുവിന്റെ മരണം വേണമെങ്കിൽ ഒരാൾക്ക് ഇല്ലാതാക്കാം. എങ്ങനെയെന്ന് ഒന്ന് നന്നാകാൻ ശ്രമിച്ചു തുടങ്ങിയാൽ മതി എന്ന്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ പ്രശ്നമേ നന്നാകാൻ നോക്കുന്നതല്ലേ? ഒറ്റ ഒരെണ്ണം മിണ്ടനില്ല. ഒന്ന് അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം? നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും നന്നാകടാ നന്നാകടാ എന്ന് പറഞ്ഞിട്ടാണ് പള്ളി കൊണ്ടുവരുന്നത്. എന്തിനാണെന്നറിയോ? പള്ളി വന്നവൻ നന്നാവും. ചില ആള് കല്യാണം കഴിച്ചാൽ നന്നാവും, ചില ആളുകൾ ജോലി കിട്ടിയാൽ നന്നാവും, ചിലർ പള്ളി വന്നാൽ നന്നാവും. പള്ളി വന്നാൽ നന്നാവുന്ന രസത്തേക്ക് പുറമൂടിയിൽ അയാൾ നന്നാവും, ആകത്ത് അയാൾ നന്നാകത്തില്ല. യേശുവിൻ്റെ മരണത്തെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പരിശ്രമം മാത്രം മതി. അപ്പൊ എങ്ങനെയാ നന്നാവുന്നേ ബ്രദറെ? ഒന്ന് സ്വയം ചോദിച്ചേ, എങ്ങനെ അപ്പം നന്നാവും? എങ്ങനെയപ്പം നന്നാകും? തിരുവനന്തപുരം ഭാഷ പറയാം, എന്തിരടെ നന്നാവാൻ ഇനി ചെയ്യേണ്ടത് പറ. അങ്ങനെയല്ലേ തിരുവനന്തപുരത്ത് പറയുന്നേ? എന്തിരടെ ചെയ്യുന്നേ ഇനിയിപ്പോ പറ. അടുത്തിട്ട് ചോദിക്കേ, പറയടാ, നീ എന്തിരടെ നന്നാവത്തത്? ഇതൊരു വലിയ കട്ടിയുള്ള കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മൈൻഡ് സെറ്റിലെ അതേ പറഞ്ഞ വിത്ത് ചാവണം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാ. പഴയത് ചാവാതെ പുതിയതാകാൻ പറ്റത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, എന്റെ ക്രിസ്ത്യാനിയെ ഒന്ന് ചാവ്. എന്റെ ക്രിസ്ത്യാനിയെ ഒന്ന് ചാവ്. ഒന്ന് കൈ അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. എന്ന് അടുത്തിരിക്കുന്നവരുടെ ബ്രദറിന് കൊല്ലം വിട്ടുകൊടുക്കൂ പറ. കൊല്ലം വിട്ടുകൊടുക്കൂ. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നോ? അപ്പൊ അടുത്തിരിക്കുന്നവരോട് എന്തിടെ ഇപ്പൊ നല്ലവാൻ ചെയ്യുന്നേ പറ. ഞാൻ തിരുവനന്തപുരം പറഞ്ഞപ്പോ ഇവരാരും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ തൃശ്ശൂർ പറയാം, എന്തപ്പോ ചെയ്യാൻ നന്നവൻ? തൃശ്ശൂരിൽ എങ്ങനെ പറയുന്നേ? എന്തപ്പോ ചെയ്യാൻ നന്നവൻ? വൈ ഐ ആം ട്രൈങ്. ഞാൻ ഈ തമാശ പറയുന്നത് നിങ്ങൾക്ക് തോന്നരുത്. ഐ ഹാവ് എ ബേർഡൻ. 2:30 ഇന്നലെ ഉറങ്ങി, രാവിലെ എഴുന്നേറ്റു. ഇത് നിങ്ങളുടെ തലയിൽ കയറിയില്ലെങ്കിൽ ഒരു പ്രയോജനം ഇല്ലല്ലോ. ഞാൻ നിന്നിട്ട് ഇത് നിങ്ങളുടെ അകത്ത് മനസ്സിലായാൽ they will become a successful Christian. They will live a successful Christian life. Come on church, worship the Lord. You will become a successful Christian. Wherever you go, you will see success. Wherever you go, you will see success. Wherever you touch, you will increase. You will see increase. Success, increase, joy, deliverance, everywhere. Result. You will see that. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സ്വയം ചോദ്യം, ഞാൻ പരിശ്രമിക്കണ്ട എന്ന് ബ്രദർ പറഞ്ഞു. ന്യായപ്രമാണം അനുസരിക്കേണ്ട എന്നല്ല, ന്യായപ്രമാണത്തിലൂടെ അല്ല നീതി വരുന്നത്, വിശ്വാസത്താല. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ എങ്ങനെ അനുസരിക്കുന്നത് പറഞ്ഞുതരാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. വിശ്വാസത്താല നമ്മൾ നീതിമാനായെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ആരാണ്?
വിശ്വാസത്താൽ നീതിമാനാണ്. യേശുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ ആരായി? നീതിമാനായി. എല്ലാവരും കരമുയർത്തി പറഞ്ഞേ, യേശുവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ നീതിമാനായി. ഞാൻ ഈ പറയുന്ന വാക്യം വീട്ടിൽ ചെന്ന് എഴുതിയെടുത്ത് വീണ്ടും 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 വായിക്കണം, നിന്നുകൊണ്ട് കേൾക്കണം. ഞാൻ ഈ പറയുന്ന വാചകം വീട്ടിൽ ചെന്ന് വീണ്ടും 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 വാ കൊണ്ട് പറയണം. എത്ര പേര് ചെയ്യും ഞാൻ പറയുന്നത്? ഗലാത്യ ലേഖനം 3:21 വാക്യം നിന്നുകൊണ്ട് വായിച്ചാട്ടെ. ഗലേഷ്യൻ ചാപ്റ്റർ 3:21. എന്നാൽ ന്യായപ്രമാണം വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? എന്നിട്ട് പറയാ ഒരു നാളും അല്ല. അപ്പൊ ദൈവം പറയാ ന്യായപ്രമാണം വാഗ്ദത്തങ്ങൾക്കൊന്നും വിരുദ്ധമല്ല. എന്നിട്ട് അടുത്ത വാചകം പറയുന്നത് ശ്രദ്ധിക്കൂ, ഗൗരവത്തോടെ ശ്രദ്ധിക്കൂ. അല്ല, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ഇതിന്റെ കൺസ്ട്രക്ഷൻ വായിച്ചാൽ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ ഇതൊന്നും വായിക്കത്തില്ല. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണമായിരുന്നു ന്യായപ്രമാണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നീതിക്ക് ആധാരമാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിനെ ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ ജീവനിലൂടെയാണ് വ്യക്തികളിൽ ദൈവിക നീതി വെളിപ്പെടുന്നത്. കൺഫ്യൂഷനായി? ഇല്ല, ഒന്നും കൂടെ പറയാം. ന്യായപ്രമാണത്തിന് എന്ത് നൽകാൻ പറ്റിയില്ല? നമുക്ക് ജീവൻ നൽകാൻ പറ്റിയില്ല. വാ, ഓടിയോ ഓടിയോ, എടുക്ക, ഓടിച്ചില്ലേ. എന്തിനാ ആക്ഷൻ കാണിക്കണമെന്ന് അറിയോ? നിങ്ങൾക്ക് തലയിരിക്കാനാ കേട്ടോ. എന്നെ ഫേസ് ചെയ്യും. ഇത് ദൈവം നൽകുന്ന നീതിയാണ്. ഇയാൾ യേശുവിൽ വിശ്വസിച്ചു, ഇയാൾക്ക് ദൈവം നീതി നൽകി. നമ്മൾ വിചാരിക്കുന്ന നീതി എന്ന് മാത്രമാണ് നമ്മുടെ കൈ കിട്ടിയെന്നാണ്. പക്ഷെ ദൈവം വാസ്തവത്തിൽ നീതിക്ക് മുമ്പ് ചെയ്തത് ആ നീതി ഉളവാക്കുന്ന ദൈവത്തിന്റെ ജീവൻ ഇവന്റെ അകത്ത് വെച്ചു. നിങ്ങളുടെ ഭർത്താവ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് എൻ്റെ സ്വഭാവമല്ലേ ചെയ്യാനൊക്കത്തുള്ളൂ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ സ്വഭാവമല്ലേ എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ? പറഞ്ഞിട്ടുള്ളവരാരും ഇല്ല ഇവിടെ. നിന്റെ സ്വഭാവം നിനക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവം അടങ്ങിയ ദൈവത്തിന്റെ ജീവൻ തന്ന ദിവസമായിരുന്നു യേശുവിൽ വിശ്വസിച്ച ദിവസം. എന്നാ എന്ന് പറഞ്ഞേ? അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, എന്റെ സ്വഭാവമല്ലേ എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ? എന്റെ സ്വഭാവമല്ലേ എനിക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിന് മനസ്സിലായി. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവമാണ് നീതിയുടെ സ്വഭാവം. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ ജീവൻ വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം വസിക്കുന്ന ദൈവത്തിന്റെ തന്നെ ജീവൻ കൊടുത്ത ദിവസമാണ് യേശുവിൽ വിശ്വസിച്ച ദിവസം എന്ന് പറയുന്നത്. Listen, without the life of God, you can't do righteous. Righteousness is a nature of God's life. That means when you receive life of God, from that day onwards, you practice the righteousness of God. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ കൂടാതെ ഒരു മനുഷ്യനും ദൈവത്തിന്റെ സ്വഭാവം ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ കൂടാതെ നിനക്ക് അവന്റെ സ്വഭാവം ചെയ്യാൻ കഴിയത്തില്ല. അതിനെ ദൈവം ചെയ്ത പരിപാടി യേശുവിൽ വിശ്വസിച്ചാൽ അവൻ അവന്റെ ജീവൻ നിനക്ക് നൽകി. ആ ജീവന്റെ അകത്ത് ഉള്ള ഒരു സ്വഭാവമാണ് നീതി. ഒന്ന് കരയുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഇതെന്തുവാ? ഇത് നീതിയായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിനകത്ത് മുഴുവൻ ദൈവത്തിന്റെ ജീവനാ. ഔട്ടർ സൈഡിലാണ് നീതി എന്ന് വെളിപ്പെട്ടത്. ദൈവത്തിന്റെ ജീവൻ കിട്ടിയ ദിവസമാണ് യേശുവിൽ വിശ്വസിച്ച ദിവസം. ഈ ജീവൻ തന്നത് എന്തിനാ? Become a righteous person. വാ, ഓടി വാ. നിക്കണേ, ഇനി ശ്രദ്ധിച്ചോണം. ഇയാളും യേശുവിൽ വിശ്വസിച്ചു, ഇയാളും യേശുവിൽ വിശ്വസിച്ചു. പറ്റിയ പ്രശ്നം, ഇയാൾക്ക് ദൈവം ജീവൻ നൽകിയെന്നും ആ ജീവൻ നൽകുന്നത് നീതിയുടെ പ്രവർത്തിക്കായിട്ടാണ് എന്നും ഇനി എൻ്റെ പരിശ്രമം വേണ്ട, ഈ ജീവനായിട്ട് കണക്ട് ചെയ്താൽ മതിയെന്നും ഇവന് മനസ്സിലായില്ല.
പക്ഷെ ഇവൻ എന്ത് പിടികിട്ടി? ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, ഞാൻ യേശുവിനെ വിശ്വസിച്ചപ്പോ അവന്റെ ജീവൻ കിട്ടി. ഞാൻ അതുമായി കണക്ട് ചെയ്താൽ മതി, എനിക്ക് നന്നാകാം. ഇയാൾക്ക് കണക്ഷൻ പ്രോബ്ലം ആണ്, ഇയാൾക്ക് കണക്ഷൻ ഉള്ളതാണ്. അടുത്തിരിക്കുന്നവർ ചോദിച്ചേ, കണക്ഷൻ ഉണ്ടോ? കണക്ഷൻ ഉണ്ടോ? ഇല്ല. അതാണ് ശ്രമം. കണക്ഷൻ ഇല്ലാത്തവനല്ല എന്ത് ചെയ്യും? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും നന്നാകാൻ. കണക്ഷൻ ഉള്ളവൻ അവൻ നന്നാകാൻ ശ്രമിക്കത്തില്ല, അവന്റെ സ്വഭാവമേ അങ്ങനാണ്. He just flow. ഇത് സന്തോഷമായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നപ്പോഴേ ഇതുപോലെ പാടുപെട്ട കാര്യങ്ങളില്ല. സ്നാനപ്പെട്ടിട്ട് നേരെ ബസ്സിൽ കയറി. കേൾക്കുന്ന ഞാൻ പറയുന്നേ, ഞങ്ങൾ 22 പേരാ സ്നാനപ്പെട്ടന്ന്. എല്ലാവരും കൂടെ ഒരു ബസ്സിലാണ് പോയത്. പത്തനാപുരത്ത് ബദേൽ എന്ന് പറഞ്ഞ അസംബ്ലിയിലാണ് പോയി സ്നാനപ്പെട്ടെ. സ്നാനപ്പെട്ട് ബസ്സിൽ കയറി. അത് നല്ല തിരക്കുള്ള ബസ്. കയറിയപ്പോൾ ആദ്യത്തെ നോട്ടം പോകുന്നത് അവിടുത്തെ പെൺപിള്ളേരുടെ ദേഹത്തോട്ടാണ്. ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ടിട്ട് ഞാൻ നന്നായില്ലല്ലോ ദൈവമേ. Are you listening? I struggle. ആ ദിവസം ഞാൻ തീരുമാനിച്ചു, ഇനി ഉപവസിക്കും, പ്രാർത്ഥിക്കും. ഉപവസിച്ചും പ്രാർത്ഥിച്ചിട്ടും ഞാൻ നന്നായില്ല. ഉപവസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇങ്ങനെയാടാ നന്നാകുന്നതെന്ന് പറഞ്ഞു തന്നു. അതിനെ ഓർത്ത് സ്തോത്രം. പിടിയിടില്ല നിങ്ങൾക്ക്. ഉപവസിച്ചും പ്രാർത്ഥിച്ചതും എന്നെ നന്നാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതെന്നെ നന്നാക്കിയില്ല. പക്ഷെ ദൈവിക ബോധ്യങ്ങൾ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പിടികിട്ടി, അത് എന്നെ നന്നാക്കുവാൻ കാരണമാക്കി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. വിശ്വാസത്തിൽ വരുമ്പോൾ ഇത്രത്തോളം പെൺപിള്ളേരെ കാണത്തില്ല. വിശ്വാസത്തിൽ വരുന്നൊക്കെ മുമ്പ് ഇത്രത്തോളം പെൺപിള്ളേരെ സൈറ്റ് അടിക്കാൻ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അവളുമാർ എന്നെ നോക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല. വിശ്വാസത്തിൽ വന്നപ്പോൾ അങ്ങോട്ട് നോക്കുന്ന പെങ്കൊച്ചും ഇങ്ങോട്ട് നോക്കുന്ന എല്ലാവരും എന്നെ തന്നെ നോക്കിയിരിക്കുന്ന പോലെ തോന്നുവോ? ഇരട്ടി അട്രാക്ഷൻ. ആരും ഇല്ല ഇവിടെ. നിങ്ങളെന്ന് അങ്ങനെ കടന്നു പോയവരല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ മാത്രം പിഴ. നിങ്ങളിത് കേൾക്കണ്ട. I am trying to help you out. ഞാൻ തോറ്റെടുത്ത് ഇനി ഞാൻ ജയിച്ചിട്ടാ നിൽക്കുന്നത്. ജയിച്ചതിന്റെ രഹസ്യമാ പറഞ്ഞിരുന്നത്. If you are ready to receive it, you can live a successful Christian life. Amen. Thank you Jesus. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കണ്ടോ? അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ വീണ്ടും ജനിച്ചത് നിങ്ങൾ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായതിനാൽ ജനിച്ചതെന്ന്. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയും ജനിച്ചത് ദൈവത്താലാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ അപ്പനിൽ നിന്നാണ് ജനിച്ചത് അല്ലേ? അപ്പന്റെ ബീജമാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത്. ഒരു പുരുഷന്റെ ബീജമാണ് ഒരു ജീവൻ കൊണ്ടുവന്നത്. പറ, ആ പുരുഷന്റെ ബീജത്തിനകത്ത് എന്തോ ഉണ്ട്? പറ, ജീവനുണ്ട്. വേദപുസ്തകം പറയുന്നത്, ആരാണോ ദൈവവചനത്തെ അക്സെപ്റ്റ് ചെയ്തത് ആ ആളുടെ അകത്ത് ദൈവത്തിന്റെ ബീജം കടന്നു ചെന്നെന്നോ. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഈ മനുഷ്യൻ ആ ദിവസം ജനിച്ചെന്നാ. ഒന്ന് കൈയടിക്കും, ആമേൻ പറ. എവിടെ? പുറമേ അല്ല, അകമേ ജനിച്ചെന്നാ. എന്തിനാ ഈ മനുഷ്യനെ ജനിപ്പിച്ചത്? എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേദപുസ്തകം പറയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ഇവന്റെ അകത്ത് വന്നത്. എന്നിട്ട് ഇവനിൽ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചത്. ആരുടെ ഛായയിലും ആരുടെ സ്വരൂപത്തിലും? ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും ദൈവത്തെ പോലെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറ ഹല്ലേലൂയ. കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി പറ ഹല്ലേലൂയ. ഈ രണ്ട് വ്യക്തികളുടെ വ്യത്യാസത്തിനകത്ത് നിങ്ങൾ ആരാന്ന് പിടികിട്ടിയോ? ഇയാളും ദൈവത്തെ അറിയുന്നയാളാ, ഇയാളും ദൈവത്തെ അറിയുന്നയാളാ. പക്ഷെ ഇയാൾ ദൈവത്തെ അറിഞ്ഞിട്ടും ഇയാളുടെ അകത്തുള്ള ദൈവിക ജീവനെ തിരിച്ചറിയുകയോ ആ ജീവനുമായി കണക്റ്റഡ് ആയിട്ട് അതിനൊപ്പം ചലിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. ഇയാൾ ദൈവത്തെ അറിഞ്ഞു, പക്ഷെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കൂ. എന്തിനു വേണ്ടിയിട്ട്? നല്ല ക്രിസ്ത്യാനിയാകാൻ. പക്ഷെ ഈ മനുഷ്യനുണ്ടായ പ്രത്യേകത, ഇയാൾ യേശുവിനെ അറിഞ്ഞു. അയാൾക്ക് മനസ്സിലായി
എനിക്ക് ഒരു സേവിയറിനെ ആവശ്യമാണ്, രക്ഷകനെ ആവശ്യമാണ്. എനിക്ക് ഒറ്റയ്ക്ക് നന്നാകാൻ പറ്റത്തില്ല. എനിക്ക് ആ രക്ഷകനെ കിട്ടിയാൽ എനിക്ക് നല്ലതാകാൻ പറ്റും. അങ്ങനെയാണ് ഇവൻ രക്ഷകനെ സ്വീകരിച്ചത്. രക്ഷകൻ എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോ, ഇതിങ്ങടുത്തന, രക്ഷകൻ എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോ അവന്റെ ജീവൻ എൻ്റെ അകത്ത് പകർന്നു. യേശു പറഞ്ഞു കണ്ടോ, ഞാൻ വന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ജീവനിൽ വാഴാനായി തുടങ്ങും. അപ്പോൾ വാഴ്ച ജീവനാൽ മാത്രമേ നടക്കത്തുള്ളൂ. എന്ന് പറയാൻ സക്സസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ ലൈഫ് ഓഫ് ഗോഡ്. He is trying to be a successful person, but he is not trying, he is just flowing with the life of God. It's lead him to the success because he have the life of God. Oh, it's a wonderful thing. ഇയാളുടെ ദൈവത്തിന്റെ ജീവൻ വസിക്കുന്നതുകൊണ്ട് തൊട്ടതെല്ലാം ജയമാകുന്നു, തൊടുന്നതെല്ലാം ജയമാകുന്നു, ഇരിക്കുന്ന ജയം, നടക്കുന്ന ജയം. കടയടിക്കേ ഒരു ആമേൻ പറ. ചിലര് ചോദിച്ചു എന്നോട്, എല്ലായിടത്തും ജയിക്കാൻ പറ്റുമോ? ആ ചോദിച്ചവൻ ജയിക്കത്തില്ല, ഉറപ്പാണ്. കാരണം എന്താ? അയാൾ ഇയാളുടെ സ്വഭാവത്തിലാ, പരിശ്രമത്തിലാ. എല്ലായിടത്തും ജയിക്കാൻ പറ്റുമോ? എവിടെങ്കിലും ദൈവം തോറ്റിട്ടുണ്ടോ? എങ്കിൽ ഞാൻ അതിനാ തോക്കുന്നേ. Same life is life in me. The life of God is in me. The life of God is in me. The life of God. Come on, church. Say, the life of God is in me. Hallelujah. The life is flowing through me. Disaster, failure cannot touch my life. Because I am above from this worldly life. I am above. I am a supernatural being. Because I am a born again Christian. I am a new creation. Lord is with me. Come on, church. Kai adichure hallelujah bara. Shabda yardri hallelujah bara. Shabda yardi. Amen. That's why Bible says those who believe in him and believe on his name, they become give them ability to become the child of God. മകനാകാനുള്ള കഴിവ് കൊടുത്തെന്ന്. ആരെങ്കിലും അവന്റെ നാമത്തെ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകാൻ the ability, the power. നിങ്ങൾക്ക് ഞാൻ പറയാനപ്പെടുന്നുണ്ടോ? നിങ്ങൾ രക്ഷപ്പെടുവോ? Good word. രക്ഷപ്പെട്ടു. How? The life of God is in me. The life of God is in me. The life of God is in me. So whenever I want to live a good Christian life, what I need to do, just connect with the life. ഏതെങ്കിലും കാര്യത്തിൽ ചെയ്യണം, നന്നാവണം, നല്ലതാകണം എന്ന് തോന്നുന്നുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ശ്രമം നിർത്തിയിട്ട് കണക്ട്. ആരായിട്ട് കണക്ട് ആവണം? ലൈഫായിട്ട് കണക്ട് ആക്കണം. ആരുടെ ലൈഫ്? ആദ്യം നിന്റെ തല വേണം. എന്റെ അകത്ത് ആ ലൈഫ് ഉണ്ടെന്ന് തല വേണം. ആ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ സിമ്പിൾ വേ. ഏതെങ്കിലും പെങ്കൊച്ചിനെ കണ്ടപ്പോ നോക്കിപ്പോയി ഒന്നും കൂടെ, രണ്ടാമത്തെ പ്രാവശ്യം നോക്കാതിരിക്കാൻ തോന്നില്ല, നോക്കുവാ, പറയണം കണക്ഷൻ മാറുക. നിന്റെ ലസ്റ്റിനെ നിന്റെ കർത്താവിന്റെ കൃപ സ്വാധീനിക്കാനായി തുടങ്ങും. കൈയടിക്കേ ആമേൻ പറ. എന്ന് പറഞ്ഞാൽ നീ അന്യഭാഷ പറയുമ്പോ നിന്റെ സ്പിരിറ്റിനെ നീ സ്റ്റാറപ്പ് ചെയ്യുക. നീ ശ്രമിക്കുമ്പോ, അടുത്തിരിക്കുന്നവരോട് പറ, നീ ശ്രമിക്കുമ്പോ നിന്റെ എബിലിറ്റിയെ നീ സ്റ്റെയറപ്പ് ചെയ്യുക. നിന്റെ കഴിവിനെ നീ എന്ത് ചെയ്യുക? നിനക്കാനുള്ള കഴിവില്ല. അടുത്തിരിക്കുന്നവരോട് പറ, നീ അങ്ങനെയുള്ളവനല്ല, നിനക്കാനുള്ള കഴിവില്ല. അതിനുള്ള കഴിവില്ല പറ. ആ അടുത്തിരിക്കുന്ന ആൾക്ക് കഴിവില്ലാത്ത ആളാ, പറഞ്ഞോ, കുഴപ്പമില്ല. കഴിവില്ല നിനക്കെന്താ ഇല്ല? അയാളുടെ കഴിവില്ല. അതുകൊണ്ട് അവൻ തന്റെ ജീവനെ തന്നത്.
Only the fish can swim. Only the dog can bark. Come on, come on, come on. Yes. Come on. എന്ന് പറഞ്ഞ മീനെ നീന്താൻ ഒക്കത്തുള്ളൂ. Hallelujah. മീനല്ലാതെ ഒന്നിനെ അതിനകത്ത് ഇട്ട നീന്തത്തില്ല. അതിന്റെ ജീവൻ നീന്താൻ സമ്മതിക്കുന്ന ജീവനാ. Amen. പട്ടിക്ക് കുരയ്ക്കാൻ ഒക്കത്തുള്ളൂ. കാരണം അതിന്റെ തന്ത പട്ടിയാ. Amen. അടുത്തിരിക്കുന്നവരോട് പറ, നായ്ക്ക് കുരയ്ക്കാൻ ഒക്കത്തുള്ളൂ. നായികയെ അതിന്റെ കാരണം അതിന്റെ തന്ത നായ. Yes. പറ, വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? പറ അങ്ങനെ അങ്ങോട്ട്. നായിക്ക് എന്ത് ചെയ്യാക്കത്തുള്ളൂ? കുരയ്ക്കാനൊക്കത്തില്ല. അതിന്റെ കാരണം എന്തോ? അതിന്റെ തന്ത ആരാ? എന്റെ തന്ത എന്ന് പറയുന്നത് യേശു അപ്പച്ചനാണ്. I have a life. Yes, എനിക്ക് ജീവനുണ്ട്. ആരെങ്കിലും എന്റെ ഒപ്പം എത്തിയോ? ഞാൻ ഈ വെള്ളപ്പാണ്ട് വന്ന സമയത്ത് ഡോക്ടറെ കാണാൻ പോയി. 10-20 വർഷങ്ങൾക്ക് മുമ്പ്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, അപ്പന് രോഗമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. സാധാരണ ഇത് പാരമ്പര്യമായിട്ട് വരുന്നതാ. നിങ്ങൾ ഡോക്ടർ പറയുന്നുണ്ടോ ഡയബറ്റിക് വന്ന അപ്പനുണ്ടോ? അമ്മയ്ക്കുണ്ടോ? എൻ്റെ അപ്പനെ പരിശോധിച്ചാൽ അപ്പൻ്റെ DNA എൻ്റെ DNA കണക്റ്റഡ് ആണ്. ആ അപ്പൻ്റെ DNA ആ മേളിൽ അപ്പൻ്റെ DNA കണക്റ്റഡ് ആണ്. അതിൻ്റെ അപ്പൻ്റെ മേളിൽ പോയ അങ്ങ് ആദാമിൻ്റെ DNA വരെ കണക്റ്റഡാ. അപ്പൊ എൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചേ? നല്ല DNA അതേ ഉണ്ടാക്കി, സാധാൻ വന്ന് ഇതിനെ കറപ്റ്റഡ് ആക്കി കളഞ്ഞു. അതുകൊണ്ട് വീണ്ടും ജനനത്തിന്റെ ആവശ്യം ഉണ്ടായേ. കട്ടിയായി പോയി. വീണ്ടും ജനിച്ചപ്പോഴേ എന്റെ ഫ്ലഷിലുള്ള അപ്പന്റെ DNA അല്ല ബ്ലഡിലുള്ളത്, ഡിവൈൻ DNA ആണുള്ളത്. മൈ DNA changed. പറ, എന്റെ DNA മാറിയടേ. പറ, എന്റെ DNA മാറി. I have a godly DNA. Hallelujah. I have a divine DNA. Para. I have a divine DNA. ആ DNA എൻ്റെ അകത്ത് വരാൻ വേണ്ടി ചെയ്തതാണ് ദൈവത്തിന്റെ ജീവൻ. നിങ്ങൾ നോക്കിക്കേ, ഇവന്റെ അപ്പൻ മോഹൻ, അപ്പന്റെ സ്വഭാവം എല്ലാം ഉണ്ട് കയ്യില്. കാരണം എന്തുവാ? അപ്പന്റെ DNA ഇവന്റെ അപ്പന്റെ മേലുള്ളത്. എന്റെ അപ്പന്റെ DNA അല്ല ഇവന്റെ അപ്പന്റെ. രണ്ടാണ്. ഇയാളുടെ അപ്പന്റെ എന്റെ അപ്പന്റെ DNA വരച്ചത് രണ്ടായി പോവും, തെറ്റിപ്പോവും. അതിന്റെ കാരണം എന്താ? ഇയാൾ അതിൽ നിന്നുണ്ടായല്ല, താരുകുട്ടിക്ക് ഉണ്ടായല്ല, മോഹൻ ഉണ്ടായതാ. നീ ആർക്കുണ്ടായതൊന്ന് മനസ്സിലാക്കുക. എന്റെ പെങ്ങളുടെ മോനാ ഇതാ. എന്റെ പെങ്ങളുടെ ഉദരത്തിൽ മോഹന്റെ ഒരു ബീജം വന്നതാണ് ഇവനിങ്ങനെ ആയത്. എന്നാൽ ദൈവത്തിന്റെ ബീജം എന്റെ ഉള്ളിൽ വന്നതാണ് പുതിയ മനുഷ്യൻ. കൈയടിക്കേ, ഒരു ഹല്ലേലൂയ പറ. മോഹന്റെ ജീവൻ മോഹനിലുള്ള എല്ലാ സ്വഭാവവും കൊടുത്തുവെങ്കിൽ ദൈവത്തിന്റെ ജീവൻ ദൈവത്തിലുള്ള എല്ലാ സ്വഭാവവും കൊടുത്തു. Come on. ദൈവത്തിന്റെ എല്ലാ സ്വഭാവവും എനിക്കുണ്ട്. പറ. ദൈവത്തിന്റെ എല്ലാ സ്വഭാവവും എനിക്കുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം തരണേ, അങ്ങനെയല്ലേ? എന്താ ഉണ്ടോ? മിണ്ടത്തുണ്ടോ? അപ്പൊ ഇപ്പോഴും നീ പറയുന്നത് നീ ആർക്കോ ഉണ്ടായതാണ്. നീ എന്ത് ചെയ്യാ? അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ് ഇസ് നോട്ട് വർക്ക്. ഞാൻ പെൺവേഷം കെട്ടി വരുന്ന പോലെ ഇരിക്കും. ഇറ്റ്സ് നോട്ട് വർക്ക്. God supplanted his life in his life. That is called the Christian life. Amen. ദൈവത്തിന്റെ ലൈഫ് ഇവന്റെ ലൈഫിലേക്ക് സപ്ലാന്റ് ചെയ്തതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പറ, I have a God kind of life. I have the nature of God. പറ, ഞാൻ ദൈവത്തിന്റെ കൂട്ട സ്വഭാവക്കാരനാണ്. ഉത്സാഹം പോയോ? എങ്കിൽ നിർത്തുവാ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ്, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിനെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങള്, ഉറക്കെ പറ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങള്. പറ, നീ ആരാണ്? കൊമ്പാണ്. പറ, ഉറക്കെ പറ. ഈ കൊമ്പിന് സ്വയം ജീവിക്കാൻ കഴിയുമോ? നിങ്ങൾ പറയുന്നത് അങ്ങനെയാ.
എനിക്ക് സ്വയം പറ്റുമെന്നാ പറയുന്നത്, എനിക്ക് സ്വയം കലം കഴിക്കാൻ പറ്റുമെന്നാ പറയുന്നത്. പറ്റത്തില്ലടവേ. ഇയാൾ എങ്ങനെയാണോ ആ ജീവന് മാത്രമേ ഇതിന് കായ്ക്കുണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. ഇയാൾ അപ്പൻ കാട്ടുമുന്തിരിയാണെങ്കിൽ നീയും കാട്ടുമുന്തിരിയാ. ഇയാളുടെ അപ്പൻ നാട്ടുമുന്തിരിയാണെങ്കിൽ നീയും നാട്ടുമുന്തിരിയാ. ഈ നാട്ടുമുന്തിരിയോട് നീ ചേർന്ന് വന്നാൽ ഫലവും നാട്ടുമുന്തിരിയാ. ഇതല്ല കായ്ക്കുന്നത്, ഇതാണ് കായ്ക്കുന്നത്. കൊമ്പാണോ കായ്ക്കുന്നത്? കായ്ക്കുന്ന കൊമ്പാ. പക്ഷേ കൊമ്പിന് തായ്തടിയോട് ചേരാതെ നിന്നാൽ കായ്ക്കാനൊക്കത്തില്ല. കാരണം എന്താ? ഈ ചെടിയുടെ ജീവനാണ് ഇതിലേക്ക് വന്ന് കായ്ക്കളുണ്ടാക്കുന്നത്. ഉറക്കെ പറ. ഈ ചെടിയുടെ ജീവനാണ്. പറ, കൊമ്പാണോ വലിച്ചെടുക്കുന്നത്, ചെടിയാണോ വലിച്ചെടുക്കുന്നത്? ചെടിയിലെ ജീവൻ എവിടെ വരും? കൊമ്പിലേക്ക് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഫലം ഉണ്ടാകും. നീ കൊമ്പാന്ന് ആദ്യം അറിയേ, ചെടിയല്ല. പറ, നീ എന്തല്ല? ഇപ്പൊ നീ എന്താ ചെയ്യുന്നറിയോ? ഞാൻ ഇന്നും പറയാനുള്ള ഉദാഹരണം, തേങ്ങ, ഒരു തെങ്ങിരുന്ന് മുക്കുന്നു കണ്ടു നോക്കി, ഓ വരട്ടെ തേങ്ങ, അങ്ങനെ ചിന്തിച്ചു നോക്കിയ നിങ്ങളൊന്ന്. മുക്കിയ തേങ്ങ ഉണ്ടാവുമോ? പറ, ഉണ്ടാവുമോ? തേങ്ങ ഉണ്ടാവേണ്ടതിന് വെള്ളം ഒഴിക്കണം, വളം കൊടുക്കണം, അത് തനിയേ ഉണ്ടായിക്കോളും. ആ വള്ളവും വെള്ളവും ഇപ്പൊ തരുന്ന ഞാൻ. നിങ്ങൾ തെങ്ങ, നിങ്ങൾ ആദ്യം ചെടിയാ. ഇത് കിട്ടിയാൽ തനിയേ ഫലം കായ്ക്കും. അടുത്തിരിക്കുന്നവരോട് പറ, എനിക്ക് ദൈവത്തിന്റെ സ്വഭാവം വേണ്ട. പറ, ഒരു കുഴപ്പമില്ല, എനിക്ക് ദൈവത്തിന്റെ സ്വഭാവം വേണ്ട. കാരണം അത് ആൾറെഡി എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ? പറ, ദൈവത്തിന്റെ സ്വഭാവമാക്കി. പക്ഷെ നമുക്ക് അതെന്താ സംഭവം? ഇതാണ് ആ മനുഷ്യൻ. ജീവനുണ്ട്, കണക്ഷൻ ഇല്ല. കണക്ഷൻ വന്ന സ്വഭാവം വരും. ജീവനുണ്ട്, കണക്ഷൻ ഉണ്ട്, സ്വഭാവം വെളിപ്പെടും. ജീവനുണ്ട് പക്ഷെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തരണേ 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 എന്ന് പറയുക. ഇയാള് ചിരിക്കുക. എൻജോയ് ലൈഫ് ഈസ് എൻജോയിങ് ബിക്കോസ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഞാൻ ഈ പ്രസംഗങ്ങൾ പ്രിപ്പയർ ആകുമ്പോൾ ഞാൻ സോ എക്സൈറ്റഡ്. അറിയോ എന്നാ സന്തോഷമാണെന്നറിയാം എനിക്ക്. പരാജയപ്പെട്ട ജീവിതത്തിൽ നിന്ന് സക്സസ്സിലേക്ക് വരുന്നതിൻ്റെ സുഖം നിങ്ങൾക്ക് അറിയാമോ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാം വിശ്വാസത്തിൽ വന്നപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം പറയാമോ? ഇമോഷൻസ് ആണ്. സത്യം എന്ന് പറയുന്നവരുന്ന കര ഉയർത്തി കാണിച്ചേ. വിശ്വാസത്തിൽ വന്നപ്പോൾ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തായിരുന്നു? പറ പറ. വികാരങ്ങളല്ലേ? ആണോ അല്ലയോ? ആണെന്ന് സമ്മതിക്കാറുന്ന കൈ ഉയർത്തി കാണിച്ചേ. ഞാനും ആ കൂട്ടത്തിലാ. നിങ്ങൾക്ക് സെക്ഷൽ വികാരമില്ലെന്ന് പറയുകയാണെങ്കിൽ 65 വയസ്സായി കാണുന്ന അർത്ഥം. അല്ലെ 75, അല്ലെ 90 ഒക്കെ ആയാലും ഇപ്പോൾ പോത്തുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി ഏതെങ്കിലും വികാരങ്ങളുണ്ടോ? ഉണ്ട്. ഇറ്റ് ഈസ് ആ വികാരങ്ങളെല്ലാം നിങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ അകത്ത് വന്ന ലൈഫിനെ അറിയാത്തതാണ്. എൻ്റെ ക്രിസ്തീയ ചിന്തയെ മാറിപ്പോയി. നന്നാകണം എന്നുള്ള ചിന്തയെ പോയി. എന്നുള്ള ചിന്തയെ ഇപ്പോൾ ഉള്ളിലുള്ളത്. പരിശ്രമിക്കണം എന്നുള്ള ചിന്ത പോയി. കണക്റ്റഡ് ആകണം എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന മുറിയിൽ വന്ന ദൈവമേ തരണേ തരണേ എന്ന് പറയുന്ന ഒരു കാര്യവും നിങ്ങൾ കേൾക്കത്തില്ല. ഐ വിൽ എൻജോയ് ഇൻ ഹിസ് പ്രസൻസ്. ആ സാന്നിധ്യത്തിൽ സന്തോഷിക്കും. വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. യു വിൽ ലീവ് എ ഗുഡ് ക്രിസ്ത്യൻ ലൈഫ്. കണ്ടോ, കൈ അടിച്ചത് കണ്ടോ? 2 ഇടി തരാനാ തോന്നുന്നു. 20 വർഷം കൊണ്ട് മനസ്സിലാവാഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായത് വേഗത്തിൽ വേണ്ട വിളമ്പിയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ കഷ്ടപ്പാട് എനിക്കേ അറിയാവൂ. നാട്ടിൽ മുഴുവൻ പ്രസംഗന, പക്ഷെ കയ്യിലിരിപ്പ് നേരെ തിരിച്ചു. ഐ വാസ് സ്ട്രഗിൾ. എൻ്റെ വികാരങ്ങൾക്കൊന്നും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ സോളി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇറ്റ്സ് നോട്ട് ഓവർകം മീ, ഓവർടേക്ക് മീ. അതൊന്നും എന്നെ ഭരിക്കണില്ല. അതിൻ്റെ കാരണം ലൈഫ് ഈസ് ഇൻ മീ. ഏതെങ്കിലും വികാരങ്ങൾ എന്നെ സ്വാധീനിക്കാൻ നോക്കിയാൽ ഞാൻ പറയും ലൈഫ് ഈസ് ഇൻ മീ.